ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഏതു സമയവും കടന്നു വന്നേക്കാം. അതിനർത്ഥം കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മെ കൈവെടിഞ്ഞു എന്നല്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വർഷങ്ങളോളം തടവറയിൽ കഴിയേണ്ടി വന്നു യൂസഫ് നബിക്ക്. അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബി തീക്കുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. കടുത്ത രോഗം ബാധിച്ച അയ്യൂബ് നബിയെ പ്രിയപ്പെട്ടവർ പോലും ഉപേക്ഷിച്ചുപോയി. യൂനുസ് നബി നടുക്കടലിൽ കൂറ്റൻ മത്സ്യത്തിന്റെ വയറിലകപ്പെട്ടു. ഏക ഇലാഹിലെ വിശ്വാസം മുറുകെ പിടിച്ചതിന് ആസിയ ബീവിക്കും സുമയ്യ ബീവിക്കും കൊടിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. പക്ഷെ അവരാരും വിധിയെ പഴിച്ചില്ല, ജീവിതത്തെ ശപിച്ചില്ല. പകരം ക്ഷമ അവലംബിച്ചു, ദൈവത്തെ സ്തുതിച്ച് സഹായം തേടി. കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ നീങ്ങിയില്ല എന്നോർത്ത് മനസ്സ് മടുക്കുന്ന ശീലം വിശ്വാസികൾക്ക് യോജിച്ചതല്ല. ക്ഷമ പുലർത്തി പ്രത്യാശയോടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുകയാണ് വേണ്ടത്. നിശ്ചയമായും അള്ളാഹു ക്ഷമാശീലർക്കൊപ്പമാണ്.